Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റില് എവിടെ വരെ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? ആ കമ്പോണൻസ് പറഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ കമ്പോണൻസ്? എന്താണ്, ആരും ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? കമ്പോണൻസ് ആ 9 കമ്പോണൻസും കംപ്ലീറ്റ് ആയില്ലേ? അമ്യൂണിറ്റീസ് വരെ എടുത്തു എന്നാ പറഞ്ഞത്. അമ്യൂണിറ്റീസ് വരെ എടുത്തു. ഓക്കെ, അപ്പൊ ആ ഒരു 9 എണ്ണം കംപ്ലീറ്റ് ആയി അല്ലെ? അപ്പൊ ഏതൊക്കെയായിരുന്നു കമ്പോണൻസ്? ഏതൊക്കെയായിരുന്നു കമ്പോണൻസിന്റെ പേര്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേര് ആ ഒരു 9 എണ്ണത്തിന്റെയും പേര് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കാട്ടോ, ചോദിക്കാറുണ്ട്. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് എന്തൊക്കെയായിരുന്നു? Access to service, technical competence, equity, effectiveness, efficiency, continually, safety, interpersonal relations. ലാസ്റ്റ് amenities. ഓക്കെ, ഇന്ന് 9 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ പേര് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെ. നമ്മളൊരു ക്വാളിറ്റി, നമ്മൾ അതിൽ ഒരുപാട് ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കുക. The health staff, the health manager, clients and communities are all stakeholders in സർവീസ് ഡെലിവറി. എന്താണ്, ഒരു ഹെൽത്ത് സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് മാനേജേഴ്സ്, ക്ലയന്റ്, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മുതലായ എല്ലാവരും എന്താ, സേവന വിതരണങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പങ്കാളികളാണ്. അപ്പൊ ഇവിടെ ആ ഒരു സർവീസ്, ഒരു നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും അല്ലെ. ഇവരെല്ലാവരും പങ്കാളികളാണ് അതില്. ഒരു ഹെൽത്ത് സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് മാനേജർ ആയിക്കോട്ടെ, ഒരു ക്ലയന്റ്, ഉപഭോക്താവ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി, ഇവരെല്ലാം ആ ഒരു സേവന വിതരണത്തിന്റെ പങ്കാളികളാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് പറയുന്നത് അല്ലെ. Then each of these groups may hope for different things from health service. ഈ പറയുന്ന ഓരോ വിഭാഗവും ആ ഹെൽത്ത് സർവീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ഒരു ഹോസ്പിറ്റല് ഒരു നല്ല ക്വാളിറ്റി സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഹെൽത്ത് സ്റ്റാഫ് പ്രതീക്ഷിക്കുന്നത്? ആയിരിക്കും, വ്യത്യാസമായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് എടുക്കാൻ ചെല്ലുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ലല്ലോ അവിടെയുള്ള സ്റ്റാഫുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഓരോ വിഭാഗവും ഇങ്ങനെയുള്ള ഒരു ഹെൽത്ത് സർവീസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും അല്ലെ, ഡിഫറെന്റ് ആയിരിക്കും. ആ കാര്യങ്ങളാണ് അപ്പൊ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നല്ലൊരു ക്വാളിറ്റി സർവീസ് നൽകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഇനി ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആരുടെയാണ്? ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്. അവിടുത്തെ പേഷ്യന്റ് അല്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ അവിടുത്തെ എന്താണ്, ഉപഭോക്താക്കളുടെ കാഴ്ചപ്പാടിൽ പെർസ്പെക്റ്റീവ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി റിവീൽസ് ദാറ്റ് അവർ പേഷ്യൻസ് ഓർ ക്ലയന്റ്സ് require services that are delivered on time by friendly and respectful staff and are safe, generate positive result, and they can afford provide them with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy, are within their reach that distance, and given in a language they can understand. ഇവിടെ എന്താ പറയുന്നേ? ദ പേഷ്യൻസ്, അവിടുത്തെ ആ രോഗി അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ അവര് ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സർവീസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല ക്വാളിറ്റി സർവീസ് എന്നതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാട് എന്താണ്? അതായത് റിസർച്ച് ഡൺ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് റിവീൽസ് ദാറ്റ് എന്താണ് വെളിപ്പെടുന്നത്? പേഷ്യൻസിന് അല്ലെങ്കിൽ അവിടുത്തെ ക്ലയന്റുകൾക്ക് എങ്ങനെയുള്ള സർവീസ് ആണ് അവർക്ക് ആവശ്യമായി വരുന്നത്?
എങ്ങനെയുള്ള സർവീസ് ആയിരിക്കും. നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അല്ലെ. നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു സർവീസ് നൽകേണ്ടത്, അവർ തരേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവില്ലേ. അതായത് സർവീസസ് ആർ ഡെലിവേർഡ് ഓൺ ടൈം അല്ലെ. ആ സർവീസ് നമുക്ക് കൃത്യസമയത്ത് തരണം അല്ലെ. ഒരുപാട് ലാഘവ കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് പറയാറുണ്ട് ചില ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ, ചിലതിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, ഒരുപാട് സമയം നമുക്ക് എന്താണ് ആ ട്രീറ്റ്മെന്റ് തരാൻ വേണ്ടി ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യിച്ചു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെ അൺഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് ആയിരിക്കണം. കൃത്യമാ സർവീസ് കൃത്യസമയത്ത് നൽകണം അല്ലെ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി പറയുന്നത് അവിടുത്തെ ജീവനക്കാര് അവരോട് നമ്മുടെ വരുന്ന പേഷ്യൻസിനോട് എങ്ങനെയായിരിക്കണം, റെസ്പെക്ട്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. സൗഹൃദപരമായിട്ടും അതുപോലെ ബഹുമാനപരമായിട്ടും പെരുമാറണം. വേണ്ടേ? നമ്മളും ചിന്തിക്കുന്ന കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു സർവീസ് ശരിയായ സമയത്ത് നമുക്ക് ലഭ്യമാകണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലെ അവിടുത്തെ ജീവനക്കാരെ നമ്മളോട് നല്ല ബഹുമാനത്തിലും അതുപോലെ സൗഹൃദപരമായും പെരുമാറണം എന്ന് വിചാരിക്കാറുണ്ട് അല്ലെ. ദെൻ എന്താ, സേഫ്, എന്താ, നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കണം. ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കണം. ആൻഡ് ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്. നമുക്ക് ആ ട്രീറ്റ്മെന്റ് നിന്ന് നൽകുന്ന സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ വഴി നമുക്ക് നല്ലൊരു ഫലം കിട്ടണം അല്ലെ. ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിക്കാറുണ്ട് അല്ലെ. ആൻഡ് ദാറ്റ് ദേ ക്യാൻ അഫോർഡ്. അതുപോലെ അവർ തരുന്ന സർവീസ് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. വരുന്ന പേഷ്യന്റിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താണ്, അതിനനുസരിച്ച് എന്ത് ചികിത്സയാണ് അവർക്ക് നൽകുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അതിയായ ഇൻഫർമേഷൻസ് അവർക്ക് നൽകണം. വേണ്ടേ? ആൻഡ് പ്രൊവൈഡ് ദം വിത്ത് ഓൾ ഡ്രഗ്സ് ദേ റിക്വയർ. അവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകണം അല്ലെ. ആൻഡ് ഗീവ് പ്രൈവസി. അവർക്ക് എന്ത് ചെയ്യണം, ഒരു സ്വകാര്യത നൽകണം. ആൻഡ് വിത്തിൻ ദെയർ റീച്ച് ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം ആ സർവീസ് നൽകുന്നത്. ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ, അവർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലായിരിക്കണം ഇത് നൽകേണ്ടത്. ഒരു പേഷ്യന്റ്, അതായത് ഇതൊരു റിസർച്ച് നടത്തിയത് കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ചുകളിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന വെളിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പേഷ്യൻസ് ഒരു ഹോസ്പിറ്റൽ സർവീസിൽ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സർവീസിൽ നിന്നും പേഷ്യൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള ഒരു സർവീസാണ് അവർക്ക് ഇത് ആവശ്യമായി വരുന്നതെന്നാ പറയുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളാണ് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഹോസ്പിറ്റലിൽ നിന്നുള്ള സർവീസിനെ പറ്റി പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു സർവീസ് ആയിരിക്കണം നൽകണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയല്ലേ ഇവിടെയും പറയുന്നേ അല്ലെ. നല്ലൊരു സമയത്ത്, നല്ല കൃത്യമായ സമയത്ത് അത് ഡെലിവർ ചെയ്യണം, ആ സർവീസ് നമുക്ക് തരണം അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാര് വളരെ ബഹുമാനപരമായിട്ടും സൗഹൃദപരമായിട്ടും നമ്മളോട് പെരുമാറണം അല്ലെ. സേഫ് ആയിരിക്കണം. ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് സുരക്ഷിതമായിരിക്കണം. അതുപോലെ അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ വഴി അല്ലെങ്കിൽ കെയർ വഴി നമുക്ക് നല്ലൊരു ഫലം കിട്ടണം അല്ലെ. നമുക്ക് അത് താങ്ങാവുന്ന ഒരു സർവീസ് ആയിരിക്കണം അല്ലെ. നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു സർവീസ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ നിലവിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് മതിയായ ഇൻഫർമേഷൻസ് നൽകണം അല്ലെ. എന്താ, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകണം. അവർക്കൊരു സ്വതന്ത്രം, എന്താ, പ്രൈവസി അല്ലെ, സ്വകാര്യത നൽകണം. അത് എന്തൊരു സർവീസ് ആണെങ്കിലും അത് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ്, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ പേഷ്യൻസിന്റെ കാഴ്ചപ്പാടാണ്. നല്ലൊരു ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള പേഷ്യന്റിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് വൺ ആണ് ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ. ഓർ എന്നാണ് കേട്ടോ അവിടെ. ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ, രണ്ടും ഒരാൾ തന്നെയാണ് കേട്ടോ. നോക്കി അവിടെ അവരുടെ അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഒരു നല്ല ക്വാളിറ്റി സർവീസ്, അതിപ്പോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റ് അല്ല, അവർ പുറത്തു നിന്ന് ആ സർവീസിന് വേണ്ടി ചെല്ലുന്ന ആളുടെ കാഴ്ചപ്പാടാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ജോലി സ്റ്റാഫായിട്ട് നിലനിൽക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും, നല്ലൊരു ക്വാളിറ്റി കെയറിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും. ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ അല്ലെ. നല്ലൊരു ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കാൻ സാധിക്കും അല്ലെ. ഇനി എങ്ങനെയുള്ളപ്പോഴാണ് അവർക്ക് നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാൻ സാധിക്കുന്നത്? ഇഫ് ഹി ഓർ ഷീ ഹാസ് സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ്. അവർക്ക് എന്തുണ്ടായിരിക്കണം? മതിയായ അറിവും
സ്കില്ല് വൈവിധ്യവും ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലെ, ടെക്നിക്കൽ പ്രൊഫഷൻസിൽ നമ്മൾ പറഞ്ഞില്ലേ, അവിടെയുള്ള ജീവനക്കാർക്ക് മതിയായ എന്താണ് നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം അല്ലെ. നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ അവർക്ക് ജീവനക്കാർ അതിനനുസരിച്ച് കഴിവുള്ളവരായിരിക്കണം അല്ലെ. നോക്കിയേ നെക്സ്റ്റ്, adequate resources അല്ലെ, മതിയായ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അവിടെ ആ ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ ആവശ്യമായ വിഭവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? അതിനനുസരിച്ചുള്ള ജീവനക്കാർ വേണം അല്ലെ. ഡ്രഗ്സ്, മരുന്നുകൾ വേണം അല്ലെ. സപ്ലൈസ്, equipment and transport etc. ഇനി എന്താ? മറ്റ് സാധനങ്ങള്, ഉപകരണങ്ങള്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങള് മുതലായ വിഭവങ്ങളെല്ലാം മതിയായ അളവിൽ അവർക്ക് നൽകണം. സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, ഇനി അവിടുത്തെ ജീവനക്കാർക്ക് എങ്ങനെയായിരിക്കണം? വളരെ സുരക്ഷിതമായിട്ടുള്ളതും വൃത്തിയുമുള്ള ഒരു ജോലി സ്ഥലം വേണം അല്ലെ. ആൻഡ് ഗിവ് എന്താ? ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. എന്താ? അവർക്ക് സ്വയം അല്ലെ, സ്വയം ആ ജീവനക്കാർക്ക് മെച്ചപ്പെടാനുള്ള ഒരു അവസരം നൽകണം. അതായത് അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകളിലൊക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വഴി അവർക്ക് സ്വയം അവരെന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അവരുടെ അറിവുകളും സ്കില്ലും ഒക്കെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കുക. ആൻഡ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്. ഇനി എന്താ? നന്നായി ജോലി ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുക. അതുപോലെ തന്നെ റിവാർഡുകള്, പാരിതോഷികങ്ങൾ അല്ലെ. നമുക്ക് പ്രതിഫലം, നമ്മുടെ ആ ഒരു കൃത്യമായ ഒരു എന്താണ് സാലറി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അവർ നന്നായി ജോലി ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യുക? റിവാർഡുകൾ അല്ലെങ്കിൽ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി എന്ത് ചെയ്യും? മെച്ചപ്പെട്ട് അല്ലെ, അടുത്ത പ്രാവശ്യം അവര് അതിനും ബെറ്റർ ആയിട്ട് മറ്റുള്ളവര് കൂടെ നിൽക്കുന്നവരാണെങ്കിലും അതിനും ബെറ്റർ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സിന്റെ കാഴ്ചപ്പാടില് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയായിരിക്കണം അത് വേണ്ടത്? അവർക്ക് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയുള്ള ജീവനക്കാർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? മതിയായ അറിവും വൈദഗ്ധ്യമുള്ളവർക്കാണ് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനവർക്ക് എന്തൊക്കെ അവൈലബിൾ ആവണം? മതിയായ വിഭവങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ അവൈലബിൾ ആക്കി കൊടുക്കണം. എന്തൊക്കെയാണ്? മതിയായ സ്റ്റാഫുകൾ വേണം, മതിയായ മരുന്നുകൾ വേണം, മതിയായ മറ്റ് സാധനങ്ങൾ, ഉപകരണങ്ങൾ അല്ലെ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മുതലായ എല്ലാ കാര്യങ്ങളും ആവശ്യമായ അളവിൽ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? സേഫ് ആയിട്ടുള്ള, അതുപോലെ സുരക്ഷിതമായതും വൃത്തിയുള്ളതുമായ ഒരു ജോലി സ്ഥലം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അവർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു അവസരങ്ങൾ ഒരുക്കി നൽകണം. ലാസ്റ്റ് പറഞ്ഞത് എന്താ? അവര് നന്നായി ജോലി ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും പാരിതോഷികങ്ങളും നൽകുന്നതിലൂടെ നല്ലൊരു ക്വാളിറ്റി കെയർ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊവൈഡറിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സ്റ്റാഫുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. Okay, third one നോക്കി, the health care manager. ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ എന്താണ്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കുക അല്ലെ. നോക്കി, ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡർ ക്വാളിറ്റി കെയർ. ഹെൽത്ത് കെയർ മാനേജർ ഒരു ക്വാളിറ്റി കെയർ എന്ന് എന്താണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആസ് മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ആ ആരോഗ്യ സ്ഥാപനത്തിലെ വിഭവങ്ങള് എന്ത് ചെയ്യുക? എഫിഷ്യന്റ്ലി മാനേജ് ചെയ്യുക, കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക. അതാണ് ഒന്നാമതായി അവർ കണക്കാക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുന്നതില് ഒരു ഹെൽത്ത് കെയർ മാനേജറിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നോക്കി, ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭവങ്ങളും എന്താ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം അല്ലെ. രണ്ടാമതായിട്ട് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. അവിടെയുള്ള ഹെൽത്ത് സ്റ്റാഫുകള് അവരുടെ ടാർഗറ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണോ അത് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. അവരുടെ കീഴിൽ ഹെൽത്ത് കെയർ മാനേജറുടെ കീഴിൽ വരുന്ന ജീവനക്കാരാണ് ഈ ഹെൽത്ത് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായ സൂപ്പർവൈസ്ഡ് അല്ലെ, അവരാവശ്യമായ രീതിയിൽ അവർക്ക് നല്ല രീതിയിലുള്ള മേൽനോട്ടങ്ങൾ വഹിക്കുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. അതുപോലെ നല്ല രീതിയിലുള്ള പരിചരണ
പരിചരണം കൊടുക്കാൻ മതിയായ കോമ്പിറ്റന്റ് ആയിട്ടുള്ള കഴിവുള്ള ജീവനക്കാരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, അച്ചടക്കത്തോടെ ജീവനക്കാരെ അവിടെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, അവിടെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകുക. ഇതെല്ലാമാണ് ആരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, പെർസ്പെക്റ്റീവ് ആണത്. ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്റ്റീവ് ആണ്. നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് കണക്കാക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ആ ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വിഭവങ്ങള് കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം. രണ്ടാമതായിട്ട് ആ ഹെൽത്ത് സ്റ്റാഫുകൾ കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങള് അവരെ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. മൂന്നാമതായിട്ട് പറയുന്നത് ആ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അവരുടെ മാനേജറിന്റെ കീഴിൽ വരുന്ന ഇങ്ങനെയുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക് ആവശ്യമായ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകണം. അവരെ ശരിയായ രീതിയിൽ അവരെ സൂപ്പർവൈസ് ചെയ്ത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയും വേണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ നല്ല കഴിവുള്ള ജീവനക്കാരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആൻഡ് സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, നല്ല അച്ചടക്കത്തോടെ അവിടെയുള്ള ജീവനക്കാരെ എന്ത് ചെയ്യണം, നിലനിർത്തണം. അതുപോലെ അവിടുത്തെ വർക്കുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുകയും വേണം. അതൊരു ഹെൽത്ത് കെയർ മാനേജറുടെ കൺസിഡറേഷനിൽ എന്താണ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ അത്? തേർഡ് വൺ. ഓക്കെ, അപ്പൊ ആ ഒരു 3 എണ്ണം മാത്രമേ ഉള്ളൂ എന്തില് വരുന്നത്, പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. അത് ആ 3 വിഭാഗമുള്ള ആളുകൾ അല്ലെങ്കിൽ 3 ഗ്രൂപ്പ് ഓഫ് ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഇത്രയും നേരം നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾ നാബൊക്കെ പഠിച്ചതാണല്ലോ അല്ലെ? നാബ് പഠിച്ചതല്ലേ അക്രഡിറ്റേഷൻ? ഓക്കെ, അപ്പൊ നമ്മുടെ നാബും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അല്ലാതെ എന്താണ്, നാബ് മാത്രമല്ല നമുക്ക് ഇതിൽ പഠിക്കാനാണ് കേട്ടോ. അതായത് ഒരു JCA എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷൻ ഏജൻസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, എന്താണ് അക്രഡിറ്റേഷൻ ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത്? എന്താണ് ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത്? ഒരു അംഗീകാരം അല്ല, ഒരു ഔദ്യോഗിക അംഗീകാരം. ഒരു സ്ഥാപനത്തിന് നമ്മൾ ഒരു അംഗീകാരം നൽകുന്ന പ്രവൃത്തിയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതറിയാവുന്ന കാര്യം, നിങ്ങൾ നാബ് പഠിച്ചപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ആ ഒരു അംഗീകാരം നൽകുന്നത് എന്തിന്റെ ബേസിസിലാണ്? അംഗീകാരം അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത് എന്തിന്റെ ബേസിസിലാണ്? ക്വാളിറ്റി, അല്ലെങ്കിൽ അവർ ഒരുപാട് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പാലിക്കണം അല്ലെ? ആ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനെ വിലയിരുത്തിയാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, ക്രെഡിറ്റ് അല്ലെ? അവർക്ക് എന്ത് കൊടുക്കുന്നത്, അംഗീകാരം കൊടുക്കുന്നത് അല്ലെ? അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡുകൾ പ്രകാരം കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡുകൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർക്ക് ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ നൽകുന്നു അല്ലെ? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായി ഒരു അംഗീകാരം നൽകുന്ന പ്രവൃത്തിയെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു അക്രഡിറ്റേഷൻ എന്താണെന്നല്ല കൊടുത്തിരിക്കുന്നത്, ഒരു അക്രഡിറ്റേഷൻ ഏജൻസി എന്താണെന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈസ് എ പ്രോസസ്, അക്രഡിറ്റേഷൻ ഏജൻസിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി, ഇതൊരു സ്ഥാപനമാണ് അല്ലെ? അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല ഈ നാബ് പോലെയുള്ള സ്ഥാപനങ്ങള് അല്ലെ? അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ? അത് നോക്കി, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ അതൊരു സ്ഥാപനമാണ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം എന്നാണ് കേട്ടോ. നോക്കി, സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? നമ്മുടെ ആരോഗ്യ പരിചരണ സംഘടനകൾ പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല അല്ലെ? അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള, അതിൽ നിന്ന് വ്യത്യസ്തമായ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാണ്, ഒരു ഇതര സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ഈ അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. നോർമലി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് കൂടിയായിരിക്കും. എന്താണ് ഒരു അക്രഡിറ്റേഷൻ ഏജൻസിയെ കുറിച്ച് പറഞ്ഞത്? ഇതൊരു സ്ഥാപനമാണ് അല്ലെ? ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇതൊരു സെപ്പറേറ്റ് ആണ്, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അതൊരു പ്രത്യേകമായ അല്ലെങ്കിൽ ഇതരമായ അല്ലെ? ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ, ഇതരമായ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതൊരു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നോർമലി നോൺ ഗവൺമെന്റ്
ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൂടിയാണ് ഒരു അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, മൂന്ന് പോയിന്റ്സ് നമ്മുടെ അക്രഡിറ്റേഷൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അങ്ങനുമായി ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള അതിന്റെ ഒരു അംഗീകാരം എങ്ങനെയാണ് 2-3 പോയിന്റ് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താണ്? Assess the healthcare organization to decide if it meets a set of needs, that is standards, plan to improve the safety and quality of care. ഇനി എന്താണ് അസസ് ചെയ്യാന്ന് പറയുന്ന വിലയിരുത്തുക അല്ലെ. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. അത് നമുക്കിപ്പോ ഹോസ്പിറ്റൽ ആവാം, മറ്റേതെങ്കിലും സ്ഥാപനങ്ങളാവാം, അതുപോലെയുള്ള ആരോഗ്യ പരിചരണ സംഘടനകൾ. ആ ഒരു സ്ഥാപനത്തിനെ വിലയിരുത്തുക. എന്തിനാണ് അതിനെ വിലയിരുത്തുന്നത്? എന്തിനു വേണ്ടിയാണ് അതിനെ വിലയിരുത്തുന്നത്? അതിന്റെ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, അവിടെ കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെ, അവിടെ എത്രത്തോളം സേഫ് ആയിട്ടാണ് അവര് പരിചരണം കൊടുക്കുന്നത് അല്ലെ. സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ആ പരിചരണത്തിന്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, അത് ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെ, അത് മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ പ്ലാൻസ് ആസൂത്രണം ചെയ്തിട്ട് ഒരുപാട് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. എന്താണ്? മാനദണ്ഡങ്ങൾ അല്ലെ, ആസൂത്രണം ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ അക്രഡിറ്റേഷൻ ഏജൻസികള് ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ വിലയിരുത്തുന്നതിലൂടെയാണ് സാധിക്കുന്നത്. എന്താ ഉദ്ദേശിച്ചത് അവിടെ? എന്താണ്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം, നിങ്ങൾ അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ എന്താണ്? നല്ല രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കെയർ ആണോ കൊടുക്കുന്നത് അല്ലെ. ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ എന്താ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട് അവരുടെ സേഫ്റ്റിയും ക്വാളിറ്റിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ അവിടെ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റിയും സേഫ്റ്റിയും ഉള്ള ഒരു പരിചരണം കൊടുക്കുന്നത്. അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ക്ലിയർ ആയോ? അത്രയും ഓക്കെ ആണോ? ആ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവർ ആ സ്ഥാപനം കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്ന് തീരുമാനിക്കണം അല്ലെ. എന്നാലല്ലേ അവിടെ ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് ഇവര് പാലിച്ചില്ലെങ്കിൽ അവർക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ നല്ല ക്വാളിറ്റിയിലുള്ള കെയർ അല്ലെങ്കിൽ നല്ല സേഫ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അവർ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തണ്ടേ, അസസ് ചെയ്യണ്ടേ? വിലയിരുത്തിയ മാത്രമല്ലേ ആ സ്റ്റാൻഡേർഡ്സ് ഇവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ്സ് എ സെറ്റ് ഓഫ് നീഡ്സ്, പ്ലാൻ ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. നമുക്ക് നൽകുന്ന ആ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയറിൽ ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി, ക്വാളിറ്റി മുതലായവ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടം എന്താണ് നിശ്ചയിക്കേണ്ടത്? ഒരു കൂട്ടം മാനദണ്ഡങ്ങള് അല്ലെ, ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള് ആ സ്ഥാപനം കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തണം അല്ലെ. ആരാ വിലയിരുത്തേണ്ടത്? ആരാണ് വിലയിരുത്തേണ്ടത്? ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഏജൻസികളാണ് വിലയിരുത്തേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് എന്താന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. എന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സാധാരണ എന്താണ്? ഒരു സ്വമേധയാ ഉള്ളതാണ്. സാധാരണ ഒരു സ്വമേധയാ ഉള്ളതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആരുടെയും റെക്കമെൻഡേഷൻസിലോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയിലോ ഒന്നും കിട്ടുന്ന ഒരു സാധനമല്ല. ഇതെന്താണ്? എപ്പോഴും സ്വമേധയാ ഉള്ള ഒരു സാധാരണ സ്വമേധയാ ഉള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. വോളണ്ടറി ആണ്, സ്വമേധയാ ഉള്ളതാണ്. ആരുടെയും റെക്കമെൻഡേഷനിലോ പ്രേരണ
പ്രേരണയിൽ ഒന്നും കിട്ടുന്ന സാധനമല്ല. ശരിയായ മാനദണ്ഡങ്ങളും കാര്യങ്ങളും സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ശരിയായ രീതിയിൽ അവർ പാലിച്ച് അത് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ അംഗീകാരം ലഭിക്കുകയുള്ളൂ. മൂന്നാമതായി പറയുന്നത് ഇറ്റ് ഹാസ് ഗെയിൻ വേൾഡ് വൈഡ് അറ്റൻഷൻ ആസ് ആൻ എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ടൂള്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ഗെയിൻഡ് വേൾഡ് വൈഡ്, അതായത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ക്വാളിറ്റി അസസ്മെന്റ് ആണ്, ഒരു ഫലപ്രദമായ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂളുമായിട്ട്, ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഗെയിൻഡ് വേൾഡ് വൈഡ് അറ്റൻഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വളരെയധികം കൂടില്ലേ ഇല്ലേ? എന്തുകൊണ്ടാണത്? അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് അത്രയും ഫേമസ് ആണ്, ഈ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്വമേധയാവുള്ളൊരു പ്രക്രിയയാണ്, അല്ലാതെ ഒരിക്കലും ഒരാളുടെയും റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ പ്രേരണയിലോ ലഭ്യമാകുന്ന ഒന്നല്ല. ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ശരിയായി പാലിക്കുന്നതിലൂടെ മാത്രമേ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം അവർക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ ആ ഒരു സ്ഥാപനത്തെ വിലയിരുത്തണം അല്ലെ. അവർ ആ നല്ല രീതിയിലുള്ള പേഷ്യന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൃത്യമായിട്ട് അവരെ പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ സ്ഥാപനത്തെ ഈ ഏജൻസികൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ വിലയിരുത്തണം. ക്ലിയർ ആയോ ആ ഒരു 3 പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഒരു അക്രഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, പ്രയോജനങ്ങള്? ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. എന്താ, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക അല്ലെ. നമുക്കാണെങ്കിലും ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസം നമുക്ക് അതിൽ കൂടില്ലേ? കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം ആളുകൾക്ക് കൂടുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആ ഒരു അക്രഡിറ്റേഷൻ, അതെ, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഫെസിലിറ്റി അവർ കൊണ്ടുവന്നിരിക്കുന്നത്? അവർ ആ പറയുന്ന, അതായത് ആ ഒരു ഏജൻസി കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവർ കൃത്യമായി പാലിച്ചത് കൊണ്ടാണ് അവർക്ക് ആ അക്രഡിറ്റേഷൻ കിട്ടിയത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ അവരവിടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ആ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അപ്പോ അതിനനുസരിച്ച് അങ്ങനെയുള്ള ഒരു അംഗീകാരം കിട്ടുമ്പോ ആ ഹോസ്പിറ്റലിന്റെ ഒരു പബ്ലിക് ട്രസ്റ്റ് അല്ലെ, ആ ഒരു പൊതു വിശ്വാസം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു അക്രഡിറ്റേഷൻ ഒരു പ്രാവശ്യം നിങ്ങൾ ആ ബെനിഫിറ്റ് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു അക്രഡിറ്റേഷൻ ഒരു പ്രാവശ്യം അത് അംഗീകാരം കിട്ടി എന്ന് കരുതി കാലങ്ങളോളം ആ അംഗീകാരം അങ്ങനെ തന്നെ ഉണ്ടാവുമോ? കാലങ്ങളോളം ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം അങ്ങനെ തന്നെ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അത് അത്രയും കാലങ്ങളോളം ഉണ്ടാവില്ല. ഇത് 3 വർഷം കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഓരോരോ സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസങ്ങൾ വരുത്തും, അവർ പരിഷ്കരിക്കും ആ സ്റ്റാൻഡേർഡ്സ് കേട്ടാ. അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ടത് കേട്ടാ. ഇപ്പൊ ഒരു അക്രഡിറ്റേഷൻ ഒരു അംഗീകാരം കിട്ടിയെന്ന് വെച്ചുകൊണ്ട് കാലാകാലം അത് അവർക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. അവർ ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ അവർക്ക് അടുത്ത പ്രാവശ്യം അത് ചെക്ക് ചെയ്യാൻ വരുമ്പോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അംഗീകാരം നിലനിർത്തുള്ളൂ. അല്ലാത്തതാണെങ്കിലോ സ്റ്റാൻഡേർഡ് അവർ പറയുന്ന സ്റ്റാൻഡേർഡ് പാലിച്ചില്ലെങ്കിലോ ആ അക്രഡിറ്റേഷൻ അംഗീകാരം അവർക്ക് നഷ്ടമാവും അല്ലെ. ഇപ്പൊ 3 വർഷത്തിൽ ഒരിക്കൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, 3 വർഷം കൂടുമ്പോൾ അവർ ഈ ഒരു സ്റ്റാൻഡേർഡ്സിൽ എന്താണ് പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡില് മികവ് കാണിച്ചാൽ മാത്രമേ അടുത്ത പ്രാവശ്യം ആ സെയിം അംഗീകാരം അവർക്ക് ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയോ അത്? അപ്പൊ നോക്കിയേ, പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. എന്താ, വളരെ സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുക. വളരെ സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം
പ്രദാനം ചെയ്യുക. ഇവിടെ എന്താണ് നല്ല സേഫ് ആയിട്ട് അല്ലെ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ അവരതിൽ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെ സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ നല്ലൊരു കാര്യക്ഷമമായ അവരുടെ ജീവനക്കാരുടെയും കൂടി സ്റ്റാൻഡേർഡ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ പേഷ്യൻസിന് മാത്രമല്ല വരുന്നത്, അവരുടെ ജീവനക്കാരുടെയും കൂടി സുരക്ഷയും കാര്യങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് വളരെ സേഫ് ആയിട്ട് അല്ലെ വളരെ അവരുടെ ആ ഒരു തൊഴിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് അവർക്ക് ഒരു എന്താണ് ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇതുവഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ ആ 2 പോയിന്റ്? ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് അല്ലെ, പൊതുവിശ്വാസം നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി മെച്ചപ്പെടുത്താൻ സാധിക്കും അല്ലെ. നമുക്കൊരു വിശ്വാസം, ആ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം കൂട്ടാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നു. രണ്ടാമതായി പറയുന്നത് പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, വളരെ സുരക്ഷിതവും കാര്യക്ഷമമായിട്ടൊരു തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്താണ് ശരിയായിട്ട് വളരെ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തൊഴിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യക്ഷമമായ ഒരു അന്തരീക്ഷം നമുക്ക് അതുവഴി ആ ജോലിക്കാർക്കും എല്ലാവർക്കും പ്രൊവൈഡ് ജോലിക്കാർക്കും അവരുടെ പേഷ്യൻസിനും ഒക്കെ നല്ല രീതിയിൽ അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. എന്താ? പേയ്മെന്റ് സ്രോതസ്സുമായി ചർച്ചകൾ നടത്താം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താം. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? നെഗോഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചർച്ചകൾ നടത്താം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രശസ്തി കൂട്ടുകയല്ലേ ചെയ്യുന്നേ അല്ലെ, റെപ്യൂട്ടേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തില്ലേ? അങ്ങനെ ചർച്ചകൾ നടത്തുമ്പോ ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ആ സ്ഥാപനത്തിന്റെ പബ്ലിസിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായി കൂടിയിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ അവിടെ ചർച്ചകൾ നടത്തുമ്പോ ഈ ഒരു വ്യൂ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് സംസാരിക്കാം അല്ലെ. ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധികൾക്ക് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് അവരോട് സംസാരിച്ചൂടെ? അപ്പൊ സാധാരണ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നോക്കും, കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിന് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് അല്ലേ ഉള്ളത്? അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെങ്കിൽ അംഗീകാരം കിട്ടുക എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു 2 തരം ഒരു പേയ്മെന്റ് സ്രോതസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ ഈ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു ബെനിഫിറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? നല്ല നല്ല ചർച്ചകൾ നടത്തുകയും അതിലൂടെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു പേയ്മെന്റ് സ്രോതസ്സിനെ മാറ്റാനും സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ നെഗോഷിയേഷൻ ഈ ചർച്ച നടത്തുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ ചർച്ച നടത്തുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനവും അല്ലാത്ത സ്ഥാപനവും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതെന്താ? ഭയങ്കര റെപ്യൂട്ടേഷൻ ആണ് അല്ലെ ആ സ്ഥാപനത്തിന്. അപ്പൊ ആ ഒരു റെപ്യൂട്ടേഷൻ വെച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ചർച്ചകളില് അവിടെ അവരെ എന്ത് ചെയ്യാം? പറഞ്ഞ് ഇരുത്താം അല്ലെ. ഞങ്ങൾക്ക് ഇങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാപനം, ഞങ്ങൾക്ക് ഇങ്ങനെ അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടിയിരിക്കുന്ന സ്ഥാപനമാണ്, അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളും പാലിക്കുന്നതാണ്. ഇവർക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ബാർഗെയിനിങ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലേ? മറ്റു സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു പണത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെയുള്ള കരാറുകളോ കാര്യങ്ങളോ ഏർപ്പെടുമ്പോ നല്ല രീതിയിൽ അവരെ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇവരുടേതായ ആ ഒരു ബെനിഫിറ്റ് എന്താണോ അത് അവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പേയ്മെന്റ് സ്രോതസ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ളൊരു കരാറ് കോൺട്രാക്ട്സ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും. ക്ലിയർ ആയോ? തേർഡ് വൺ. ഓക്കെ. Then fourth one ആണ് listen to patients and their families, respect their rights and involve them in the care process as partners. ഇനി എന്താ? listen to അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെ, അവിടെ വരുന്ന അവരുടെ കൂടെയുള്ള ഫാമിലീസ് ഉണ്ടാവും അല്ലെ. അവരോടൊക്കെ എന്ത് ചെയ്യുക? ശരിയായി ശ്രദ്ധിക്കുക, അവരൊക്കെ നന്നായി ശ്രദ്ധിക്കുകയും അവരെന്ത് ചെയ്യുക? റെസ്പെക്ട് ദിയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. ഇതെല്ലാം അവരുടെ സ്റ്റാൻഡേർഡിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഒരുപാട് ചെറിയൊരു കാര്യമല്ല ഇതെന്ന് പറയുന്നത്, ഒരുപാട് മാനദണ്ഡങ്ങൾ ഇതിനുണ്ട്. അപ്പൊ അതിന് വരുന്ന ഒരു കാര്യമാണ് വരുന്ന പേഷ്യൻസിന്റെയും അവിടെ വരുന്ന അവരുടെ റിലേഷന്റെയും കാര്യങ്ങളുമായിട്ട് അവരുടെ ഒക്കെ കുറെ അവകാശങ്ങളുണ്ട് അല്ലെ. അവർക്ക് നേടേണ്ടതായും കിട്ടേണ്ടതായിട്ടുള്ള കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ശരിയായ രീതിയിൽ അവരെ അവകാശങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? റെസ്പെക്ട് ചെയ്യുക, അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുക, അവരെ നന്നായി ശ്രദ്ധിക്കുക. വരുന്ന പേഷ്യൻസിനെ ആണെങ്കിലും ഫാമിലി
ഫാമിലിയാണെങ്കിലും ശ്രദ്ധിക്കാൻ. ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം അവരിവിടെയും ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ആ ഒരു അക്രഡിറ്റേഷൻ കഴിഞ്ഞാൽ പോലും ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന പേഷ്യൻസിനും ഫാമിലികൾക്കും ശരിയായ ശ്രദ്ധ കിട്ടും. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. ഇൻവോൾവ് ദം ഇൻ കെയർ പ്രോസസ് ആസ് പാർട്ണേഴ്സ്. അതുപോലെ പരിചരണത്തില് അവരെന്ത് ചെയ്യുന്നു? പങ്കാളികളാക്കുകയും ചെയ്യുന്നു. ഒരു പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കാനായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവശ്യമാണെങ്കിൽ അവരെയും കൂടി എന്ത് ചെയ്യുന്നു? പരിചരണത്തിൽ ഉൾപ്പെടുത്തി. എന്നാൽ ചിലപ്പോ ഒരു പേഷ്യന്റിന് ചിലപ്പോൾ അവരുടെ നഴ്സസ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് നിൽക്കുന്നതിനേക്കാൾ അവർക്ക് അവരുടെ ആ ഒരു നല്ല ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ആരായിരിക്കണം നിൽക്കേണ്ടത്? അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ആ പേഷ്യൻസ് കംഫർട്ടബിൾ ആകുന്നത്, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആരോഗ്യ പരിചരണങ്ങളിൽ ഉൾപ്പെടുത്തുകയും പങ്കാളികളാക്കുകയും ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അവിടെ നിലനിർത്താനും അതുവഴി അവർ ആ ഒരു അക്രഡിറ്റേഷന്റെ ആ ഒരു മാനദണ്ഡങ്ങൾ അവർക്ക് പാലിക്കാനും സാധിക്കും. Then generate a culture that is open to learning. എന്താ? പഠന വിധേയമാകുന്നതിന് വേണ്ടി നല്ലൊരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങള് ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? പബ്ലിക് റിലേഷൻസ് എടുത്തായിരുന്നോ ടീച്ചേഴ്സ് ആരെങ്കിലും? പബ്ലിക് റിലേഷൻസ് എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോ ആ ചാപ്റ്റർ? ഓക്കെ. അപ്പൊ ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചില്ലേ? പഠിച്ചിരുന്നോ? പഠിച്ചിട്ട് അവിടെ വരെ എത്തിയില്ല? എത്തിയിട്ടില്ല എന്നാണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? അറിയില്ല എന്നാണോ? ഇല്ല. ഓക്കെ. അപ്പൊ ഓപ്പൺ ഡേ ഹൗസുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അവിടെ എന്തായിരിക്കും? നമ്മുടെ സ്കൂളുകളിലൊക്കെ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നടത്താറില്ലേ? സ്കൂളുകൾ നടത്താറുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും അമ്മമാരായിട്ടുള്ളവരുണ്ടോ? ഓക്കെ. ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ? എന്തിനു വേണ്ടിയാണ് സ്കൂളുകളിൽ അങ്ങനെയുള്ള ഒരു ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നടത്തുന്നത്? മീറ്റിംഗ്സ് നടത്തും, അല്ലെ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു മീറ്റിംഗ്സ് ഒക്കെ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ നടത്തുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ സ്കൂളിലേക്കാണ് പോകുന്നത്? പാരന്റ്സ് പോകുന്നത് എന്തിനു വേണ്ടിയാ? സ്കൂളും പാരന്റ്സും തമ്മിലുള്ള മീറ്റിംഗ്സ് ആണ് നടത്തുന്നത്, അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുമ്പോ ആ സ്കൂളിനെ കുറിച്ച്, അല്ലെ, അതെ, കുട്ടിയുടെ പ്രോഗ്രസ് എന്താണ്, അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സ് ആരൊക്കെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെ, അവരുമായിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ആ സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ആ ഒരു ഓപ്പൺ ഡേ ഹൗസിൽ അങ്ങനെയുള്ള മീറ്റിംഗ്സിൽ പങ്കെടുക്കാൻ പോകുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നുണ്ട്. അതെന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? ഹോസ്പിറ്റലിൽ ഓൾറെഡി നിലവിൽ കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റിയെ ഒന്നും ബാധിക്കാതെ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ പുറത്തു നിന്ന് വരുന്ന ഓരോ ആളുകൾക്കും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത്. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരിൽ കണ്ട് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നെല്ലാം എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും പബ്ലിക്, അതെ, നല്ലൊരു റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതാണ് ആ ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റും അത് തന്നെയാണ് കേട്ടോ. നോക്കിയേ, ജനറേറ്റീവ് കൾച്ചർ ദാറ്റ് ഇസ് ഓപ്പൺ ടു ലേണിംഗ്, അല്ലെ? പഠന വിധേയമാകുന്നതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നോ? പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഏതാണോ വിഭാഗം അവിടെ മാത്രം പോയി തിരിച്ചു വരികയാണ് ചെയ്യാറ്, അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി, അല്ലെ? അതെന്തിനു വേണ്ടിയാണ്? അത് ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് അവർ ആ ഒരു അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരുന്നത്, അല്ലെ? ഇവിടെയും അതെന്താണ്? നിങ്ങളൊരു അക്രഡിറ്റേഷൻ, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയൊരു സ്ഥാപനമാകുമ്പോ അവർക്ക് എന്ത് ചെയ്യാം? അത് മറ്റുള്ളവർക്ക് പഠന വിധേയമാക്കാം, അല്ലെ? ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് അവരവിടെ പാലിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും അവർ നല്ല മികച്ച രീതിയിൽ നടത്തുന്നത് എന്ന് മറ്റുള്ളവർക്ക് ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ലൊരു കൾച്ചർ, ഓപ്പൺ കൾച്ചർ, അല്ലെങ്കിൽ തുറന്നൊരു സംസ്കാരം ഈ ഒരു അക്രഡിറ്റേഷൻ വഴി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ആ സെന്റൻസ് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താണ് ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു ടീം വർക്കോട് കൂടി നിന്ന്, അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ്സ് എല്ലാം പാലിക്കണമെങ്കിൽ, തുടർച്ചയായിട്ട് നമ്മൾ പാലിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു ടീം വർക്ക്,
വർക്ക് അല്ലെ, ശരിയായ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആയിട്ട് അത് നേതൃത്വം വഹിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് അല്ലെ. ഒരുപാട് പേര് അതിൽ ഉൾപ്പെടുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുകൾ. അവരെല്ലാവരെയും എന്ത് ചെയ്യണം, ഒരു ടീം വർക്കോട് കൂടി, ഒരു കൊളാബറേറ്റ് ചെയ്ത് സഹകരണ മനോഭാവത്തോടു കൂടി ഒരു ടീം വർക്ക് ആയി നിന്നുകൊണ്ട് ആ ഒരു ടീം ആയിരിക്കണം അതിന്റെ നേതൃത്വം വഹിക്കേണ്ടത് അല്ലെ. അങ്ങനെ ആയിരിക്കണം അവിടുത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്നാ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താ, അത് ഒരു പ്രാവശ്യം മാത്രം അവർക്ക് ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഈ നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കണം. സ്റ്റാൻഡേർഡ് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കീപ്പ് ചെയ്താൽ പോരാ. അതാണ് മിസ് നേരത്തെ പറഞ്ഞത്. എന്താണ്, നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര വർഷത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് അക്രഡിറ്റേഷൻ അംഗീകാരം നഷ്ടമായി പോവും. 12 പ്രാവശ്യം കിട്ടിയാൽ അവർ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അത് പിന്നെയും അവർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി തുടർച്ചയായിട്ട് അവർക്ക് എന്ത് വേണം, നേതൃത്വം വേണം. അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ ഒരു ടീം വർക്ക് ആയി നിന്നുകൊണ്ട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നേതൃത്വങ്ങൾ വഹിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റാൻഡേർഡ്സും പാലിക്കേണ്ടതാണ്. അതൊരു ബെനിഫിറ്റ് ആണ് അല്ലെ. ഒരു എല്ലാവരും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് നേതൃത്വം വഹിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് നല്ലൊരു ബെനിഫിറ്റ് അല്ലേ. എല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല ബെനിഫിറ്റ് അല്ലേ അതിന്റെ അല്ലെ. ഓരോരുത്തരും ചെയ്യുന്നതിനേക്കാളും എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്സ് പറഞ്ഞത്, പ്രയോജനങ്ങൾ പറഞ്ഞത്? എന്താ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് അല്ലെ. പബ്ലിക്കിന്റെ ആ ഒരു വിശ്വാസം മെച്ചപ്പെടുത്താൻ പറ്റും. രണ്ടാമതായിട്ട് വളരെ സേഫ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് പറഞ്ഞത് ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെ, ഒരു അക്രഡിറ്റേഷൻ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരോട് ചർച്ചകൾ നടത്തി നല്ല നല്ല കരാറുകളിലൊക്കെ ഏർപ്പെടാനായിട്ട് സാധിക്കും അല്ലെ. ആൻഡ് ലിസൺ ടു പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസിനോടോ ഫാമിലികളെയും നന്നായി ശ്രദ്ധിക്കാനും അവരുടെ അവകാശങ്ങൾ എന്താണോ അതിനെ ബഹുമാനിക്കാനും വേണ്ടി വന്നാൽ പരിചരണങ്ങളിൽ അവരുടെ പങ്കാളികളാക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞത് എന്താ, നമ്മള് ഒരു ഓപ്പൺ കൾച്ചർ, നല്ലൊരു എന്താ തുറന്ന, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠന വിധേയമാക്കാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പഠന വിധേയമായിട്ട് നമുക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോകാനും വിസിറ്റുകൾ കാര്യങ്ങളൊക്കെ നടത്താം അല്ലെ. എക്സിബിഷൻസ്, വിസിറ്റുകൾ കാര്യങ്ങളൊക്കെ അവർ അതിന്റെ ഭാഗമായിട്ട് വെക്കും. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ചെല്ലാനും അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളെയും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാനും അവിടെ കൃത്യമായിട്ട് അവർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠന വിധേയമാക്കാനും സാധിക്കും. ലാസ്റ്റ് പറഞ്ഞാൽ നമ്മള് ശരിക്കും ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആണ്, ഒരു ടീം വർക്ക് ആയിരുന്നു അല്ലെ. നല്ലൊരു ടീം വർക്ക് ആയിട്ട് സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള ഒരു നേതൃത്വം നൽകുക. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ലീഡർഷിപ്പ് ആയിരിക്കും, തുടർച്ചയായ നേതൃത്വം നൽകണം, ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കണം ആ ഒരു നേതൃത്വം അവർക്ക് നൽകേണ്ടത്. ക്ലിയർ ആണോ? ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു JCA. നമ്മൾ ഒരു അക്രഡിറ്റേഷൻ ഏജൻസിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് JCA എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCA കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. JCAയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് പഠിച്ചു വെക്കണം കേട്ടോ. JCA നമ്മുടെ NAB പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലില് NAB പോലെ തന്നെ ഒരു ഏജൻസിയാണ് കേട്ടോ. ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. എന്താണ് JCAയുടെ? എന്താണ് അഞ്ജിത എന്താ ചോദിച്ചേ? ഡൗട്ട് ആണോ? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അംഗീകാരം ലഭിക്കുക, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അംഗീകാരം കിട്ടും കേട്ടോ. നോക്കി, ഇൻട്രൊഡക്ഷൻ ടു JCA. JCAയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ? ചോദിക്കാറുണ്ട് കേട്ടോ. JCAയുടെ എക്സ്പാൻഡഡ് ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ late 1990s to observe hospitals outside the United States. ഇനി ഇതെന്താണ്?
സ്ഥാപിതമായത് അല്ലെങ്കിൽ ഇത് 1990s അവസാനത്തോടു കൂടി അല്ലെ 1990s അവസാനത്തോടു കൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. JCI എന്ന് പറയുന്നത് 1990s അവസാനത്തോടു കൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് JCI അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. Then JCI, which is also known for profit, presently accredited facilities in Asia, Europe, the Middle East and South America. ഇനി ഈ JCI എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. അതെന്താ ഒരു നോൺ പ്രോഫിറ്റബിൾ ആണ്, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. And presently accredited facilities in Asia, Europe, the Middle East and South America. ഇപ്പൊ നിലവില് അത് എവിടെയൊക്കെയാണ് അക്രഡിറ്റേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, അംഗീകാരവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുന്നത് എവിടെയാ? ഏഷ്യയില്, യൂറോപ്പില്, മിഡിൽ ഈസ്റ്റില് ആൻഡ് സൗത്ത് അമേരിക്ക മുതലായ ഇടങ്ങളിലെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അംഗീകാരങ്ങൾ JCA നൽകുന്നുണ്ട്. An account of JCA accredited hospitals worldwide as listed on the JCA website till 2015 shows 820 hospitals in 47 and above countries. എന്താണ് നോക്കി, ഒരു കൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. അതായത് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് വേൾഡ് വൈഡ് രാജ്യത്തുടനീളം JCI അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ എണ്ണമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. രാജ്യത്തുടനീളമുള്ള JCI അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അതിന്റെ എണ്ണം 2015 വരെയുള്ള ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. നോക്കി, എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നാ പറയുന്നത്? 820 ഹോസ്പിറ്റൽസ് ആണ് എന്ത് 2015 വരെയുള്ള കണക്കില് രാജ്യത്തുടനീളം JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ എണ്ണം 820 ഹോസ്പിറ്റലുകളാണ് കേട്ടോ. രാജ്യത്തെ മൊത്തത്തിൽ പറയുന്ന കണക്കാണ് കേട്ടോ. നോക്കി, 47 and above countries 47 അതിൽ കൂടുതലും രാജ്യങ്ങളിൽ നിന്നുള്ള 820 ഹോസ്പിറ്റലുകൾ. എന്താണ് ജിൻഷ? നോക്കി, ഹോസ്പിറ്റലുകൾ അപ്പൊ ഒരു 47 മാത്രമല്ല, 47 കൂടുതൽ കൺട്രീസ്, അവിടെ നിന്നുള്ള 820 ഹോസ്പിറ്റലുകൾക്കാണ് 2015 വരെയുള്ള ലിസ്റ്റ് പ്രകാരം JCA അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ സെന്റൻസ്? ഓക്കെ. അടുത്തത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുന്നത് 21 ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? 21 ഹോസ്പിറ്റൽ ആണുള്ളത് കേട്ടോ. 21 ഹോസ്പിറ്റലുകളാണ് ഇന്ത്യയിലുള്ളത്. അറിയോ നമുക്ക്? നമ്മുടെ കേരളത്തില് ഏതൊക്കെയാണെന്ന് അറിയോ? പ്രധാനപ്പെട്ടവ കേരളത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? അമല ഹോസ്പിറ്റൽ ഉണ്ടോ? അമല ഹോസ്പിറ്റൽ ലിസ്റ്റിലുണ്ടായിരുന്നോ? അപ്പോളോ ഹോസ്പിറ്റൽ ഉണ്ട്, അപ്പോളോ ഹോസ്പിറ്റൽ. അതുപോലെ ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പേര് അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി. അതുപോലെ തന്നെ അഹല്യ ഐ കെയർ ഫൗണ്ടേഷൻ, ഒരു പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റൽ, മെയിൻ സെന്റർ ആണ് കേട്ടോ. അഹല്യ ഐ കെയർ ഹോസ്പിറ്റൽ പാലക്കാട്. ഈ ലൂർദ് അമൃതയൊക്കെ നമ്മുടെ നാബുമായി ബന്ധപ്പെട്ട JCA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് കേട്ടോ. JCA ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ്. ആകെ നമ്മുടെ ഇന്ത്യയിലെ 21 ഹോസ്പിറ്റലിലാണ് അതിന് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. 21 എണ്ണത്തിലാണ്. അതിൽ നമ്മുടെ കേരളത്തിലുള്ളതാണ് രാജഗിരി ഉണ്ട് കേട്ടോ. ശരിയാണ്, രാജഗിരി ഉണ്ട്, നമ്മുടെ അഹല്യ ഐ കെയർ ഹോസ്പിറ്റലുകളുണ്ട്, ആസ്റ്റർ മെഡിസിറ്റി, അപ്പോളോ മുതലായ ആസ്റ്ററിൽ കൊടുത്ത് ജോലി ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ. നോക്കി, അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള JCA അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് നാബായിരിക്കും കേട്ടോ. ഇത് JCA നമുക്ക് അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല കേട്ടോ, വളരെ കുറവാണ് കിട്ടുന്നത് കേട്ടോ. നോക്കി, അതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ളത്. നാബ് മിക്ക ഹോസ്പിറ്റലുകൾക്കും ഉണ്ട് കേട്ടോ. നോക്കിയപ്പോ
അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞ ഹോസ്പിറ്റലുകൾ? 21 എണ്ണം ഉണ്ട്. ടൈം നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് സ്ട്രെസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഒരുപാട് കുറെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഫോർമുലയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വരും. ഒരുപാട് നിങ്ങൾ ഇതുപോലെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, നമുക്കറിയാം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. നോക്കിയപ്പോ നെക്സ്റ്റ് JCA നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ചോദിക്കാറുണ്ട് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ US ബേസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അതൊരു US ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്, ഒരു സ്ഥാപനമാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി അല്ലെ. അതൊരു പ്രോഫിറ്റ് ലാഭേച്ഛയില്ലാത്ത, പ്രോഫിറ്റിന് വേണ്ടി ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവർ അക്രഡിറ്റേഷൻ ചെയ്തു കൊടുക്കുന്നത്. ഇതൊരു ലാഭേച്ഛയില്ലാത്ത എന്താ ഓരോ സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് JCA. ഇതൊരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. Which sets and addresses standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. ഇനി ഇവരെന്ത് ചെയ്യുന്നു? ഇവർ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കുന്നു അല്ലെ. സ്റ്റാൻഡേർഡുകൾ പ്രകാരം അല്ലെ, അത് നന്നായി എന്താണ് അവർ അത് പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ, അംഗീകാരം കൊടുക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഈ JCA എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് ആർക്കാ കൊടുക്കുന്നത്? ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അല്ലെ. എന്തിനു വേണ്ടി? ലെവൽ ഓഫ് പെർഫോമൻസ്, അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ ലെവൽ അല്ലെങ്കിൽ പ്രകടന നിലവാരം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ സ്റ്റാൻഡേർഡുകൾ കൊടുക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടന നിലവാരം, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിന് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. അവരുടെ പ്രധാന പ്രവർത്തന മേഖലകള്, ഫങ്ഷണൽ ഏരിയാസ്, അതായത് പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെ, പേഷ്യൻസിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖല, ആ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ചികിത്സയുമായി ബന്ധപ്പെട്ട ഏരിയ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏരിയ. ഈ 3 ഫങ്ഷണൽ ഏരിയാസ് അല്ലെ, ഈ 3 പ്രവർത്തന മേഖലയിലെ അവരുടെ പ്രവർത്തന മികവ്, പ്രകടന മികവ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പ്രകടന നിലവാരം ആ സ്ഥാപനത്തിന് ഈ 3 ഏരിയയിലെ അതിന്റെ പ്രകടന നിലവാരം അവർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഈ JCA സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കും. ഇവർക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഒരു ലാഭേച്ഛയുമില്ലാത്ത ഈ ഒരു സ്ഥാപനം എന്ത് ചെയ്യും? അംഗീകാരം നൽകും. ക്ലിയർ ആയോ? ആ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ പ്രവർത്തന മേഖലയിലെ മികവിനാണ് അവർ കൊടുക്കുന്നത്? പേഷ്യൻസിന്റെ റൈറ്റ്സ്, അതുപോലെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രവർത്തന മേഖലകള്, ആ 3 പ്രവർത്തന മേഖലകളിലും ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അനുസരിച്ച് ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ആ സ്റ്റാൻഡേർഡ്സിലൂടെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവന്നാൽ ഇവരെന്ത് ചെയ്യുന്നു? JCA എന്ത് ചെയ്യും? അംഗീകാരങ്ങൾ നൽകും. ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട്, ഒരു 285 സ്റ്റാൻഡേർഡോളം ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 4 സെക്ഷൻ ആയിട്ട് എന്താന്നുള്ളത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. Then next നോക്കി, JCA's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. ഇനി എന്താണ് JCAയുടെ പ്രധാന ഗോൾ? അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഗോൾ എന്താണെന്ന് ചോദിക്കാം. is to improve the quality of health care. എന്താ? നല്ലൊരു ഗുണനിലവാരം, പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അല്ലെ. ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് അതിന്റെ ഗോള് അല്ലെ. പ്രധാനമായിട്ടും അതിന്റെ ഗോൾ അത് തന്നെയല്ലേ. ആ ഒരു ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം മെച്ചപ്പെടുത്തുക അല്ലെ. നല്ല ക്വാളിറ്റിയുള്ള കെയർ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ്, കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരവരുടേതായ ഇഷ്ടത്തിനായതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. അതേസമയം ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കണം എന്നുള്ള ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ആ രീതിയിലുള്ള ഒരു കാര്യം അവർ അത് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് അത് അറ്റൈൻ ചെയ്യാൻ നോക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ JCAയുടെ ഒരു പ്രധാന ഗോൾ എന്ന് പറയുന്നത് is to improve the quality of health care in the international community. നമ്മുടെ സാധാരണ ഒരു സമൂഹത്തിലല്ല, ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ അല്ലെ, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഒരു ഇന്റർനാഷണൽ ലെവലില്, ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക
മെച്ചപ്പെടുത്തുക എന്നതാണ് ആരുടെ ഗോള്? JCIയുടെ ഗോൾ എന്ന് പറയുന്നത്, ഈ ലക്ഷ്യം എന്ന് പറയുന്നത്. ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്, അതിനൊരു നല്ല ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് വൈഡ് ആയിട്ട് അല്ലെ രാജ്യത്തുടനീളം അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ സേവനങ്ങൾ രാജ്യത്തുടനീളം നൽകുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നല്ല ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് ആ JCIയുടെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയട്ടെ. ഓക്കെ, നോക്കിയപ്പോ ഒന്നുകൂടി കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം, അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ ഇയറും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് അന്ന് അറിഞ്ഞിരിക്കാം. ഇതൊരു ഇൻട്രഡക്ഷൻ ഭാഗമാണ്. മെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇനി വരുന്നുണ്ട് കേട്ടോ. 1990s അവസാനത്തോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലാഭേച്ഛ ഇല്ലാത്തൊരു സ്ഥാപനമാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക മുതലായ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ എൻകൗണ്ടർ ഒരു JCIയുമായി ബന്ധപ്പെട്ട് 2015 വരെയുള്ള ആ ഒരു ലിസ്റ്റ് പ്രകാരം അവിടെ രാജ്യത്തുടനീളം എത്ര ഹോസ്പിറ്റലുകൾക്കാണ് അവർ അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്? 820 ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുത്തിരുന്നത്. അതായത് 47 മുകളിലുള്ള കൺട്രികളിൽ നിന്നുള്ള 820 സ്ഥാപനങ്ങൾക്ക്, ഹോസ്പിറ്റലുകൾക്കാണ് അവർ അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ എത്ര എണ്ണമാണുള്ളത്? 21 ഹോസ്പിറ്റലുകളാണുള്ളത്. ദെൻ JCIയുടെ സ്റ്റാൻഡ് ഫോർ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ ഇത് നോൺ പ്രോഫിറ്റബിൾ ആണ്, ലാഭേച്ഛയില്ലാതെ സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. ഇവിടെ ഇവർ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവർക്ക് നൽകും. ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അതായത് പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഏരിയ ആണ്? പേഷ്യൻസിന്റെ റൈറ്റ്, പേഷ്യൻസിന്റെ അവകാശങ്ങള്, ആൻഡ് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയ, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഏരിയ മുതലായ ഏരിയയിലെ ആ സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അവർ ആ സ്റ്റാൻഡേർഡ്സ് എല്ലാം അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് ഇവർ അതിന് അംഗീകാരം നൽകുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് JCIയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്താണെന്നുള്ളതാണ്. നല്ലൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലെ, അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, അന്താരാഷ്ട്ര സമൂഹത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ എന്ത് ചെയ്യുക? നല്ലൊരു ആരോഗ്യ പരിചരണ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു JCIയുടെ ഗോൾ. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? രാജ്യത്തുടനീളം ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ സർവീസുകൾ അവർക്ക് നൽകുന്നു. ക്ലിയർ ആണോ? അത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഒരു 3 പോയിന്റ് കൂടി ഉണ്ട്. നമ്മുടെ ടൈംസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ബാക്കി ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അവിടെ വരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, എവിടെ വരെ എടുത്തേന്നുള്ളത്. ഓക്കെ, തന്നെ ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം കുറച്ച് നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗമാണ്. എന്നാൽ പോലും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. Thank you, ma'am. Thank you, ma'am.